കാസർകോട് പൈവളികയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ 15 വയസ്സുകാരിയുടെയും യുവാവിന്റെയും പോസ്റ്റ്മോർട്ടം ഇന്ന്. പരിയാരം മെഡിക്കൽ കോളേജിൽ പോലീസ് സർജന്റെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം. DNA പരിശോധനയ്ക്കുള്ള നടപടികളും ഇന്ന് പൂർത്തിയാക്കും. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചെയ്യുന്നുണ്ട്. ജോസഫ്, എപ്പോഴാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുക? അതുപോലെ തന്നെ ഈ DNA പരിശോധനയ്ക്കുള്ള നടപടികളും ഇന്ന് പൂർത്തിയാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? 10 മണിയോടുകൂടി തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലാണ് പോലീസ് നേതൃത്വത്തിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടിക്ക് വിധേയമാക്കുക. മരണകാരണം കണ്ടെത്തുക, മൃതദേഹത്തിന്റെ കാലപ്പഴക്കം കണ്ടെത്തുക എന്നതാണ് പ്രധാന ഉദ്ദേശ ലക്ഷ്യം. ഈ കഴിഞ്ഞ മാസം 12-നാണ് ഈ താമസ സ്ഥലത്ത് നിന്ന് ഇരുവരെയും കാണാതാവുന്നത്. ഈ പെൺകുട്ടിക്ക് 15 വയസ്സ് മാത്രമാണ് പ്രായം. ശ്രേയ എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര്. അതുപോലെ തന്നെ ഈ യുവാവ് ഓട്ടോ ഡ്രൈവറാണ്. ഇയാൾക്ക് 42 വയസ്സാണ്. കഴിഞ്ഞ മാസം 12-നാണ് ഇവരെയും കാണാത്തത്. അതിനുശേഷം ഇവർക്ക് വേണ്ടി വ്യാപക തെരച്ചിലായിരുന്നു നടത്തിയത്. ആദ്യഘട്ടത്തിൽ ഇവർ ഒളിച്ചോടി നാട് കടന്നു എന്നതാണ് ആദ്യഘട്ടത്തിൽ വിശ്വസിച്ചിരുന്നത്. അതനുസരിച്ച് പോലീസ് വിവിധ കേരളത്തിലുടനീളം വ്യാപകമായ തെരച്ചിലാണ് ഇവർക്ക് വേണ്ടി നടത്തിയത്. അതിനുശേഷമാണ് 26-ാം ദിവസം ഇവരെ താമസ സ്ഥലത്ത് നിന്ന് 200 മീറ്ററുള്ള ഒരു ഗ്രൗണ്ടിന് സമീപത്തായിട്ടുള്ള ഒരു കുറ്റിക്കാട്ടിലെ അക്വേഷ്യ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രാഥമിക ഘട്ടത്തിൽ ഇത്തരത്തിൽ ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മാത്രവുമല്ല, അന്ന് ധരിച്ചിരുന്ന, അതായത് പെൺകുട്ടി മിസ്സായ ദിവസം ധരിച്ചിരുന്ന അതേ വസ്ത്രം തന്നെയാണ് ധരിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ നടപടികളെല്ലാം പോലീസിന് എപ്പോഴും ആധികാരികമായി പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് DNA പരിശോധനയ്ക്കുള്ള സാമ്പിളുകളും ശേഖരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. ഈ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹത നീക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഒന്നടങ്കം ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ രാസപരിശോധന അടക്കമുള്ള കാര്യങ്ങൾ ഈ കേസിൽ നിർണായകമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി കാണാതായത് എന്നുള്ള കാര്യങ്ങളെല്ലാം ദൃക്സാക്ഷികളും നീക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫോൺ കൃത്യ പരിശോധനയ്ക്ക് വിധേയമായി കൃത്യമായ വിവരങ്ങൾ ലഭിച്ചെങ്കിൽ മാത്രമാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ യുവാവിന്റെ കൂടത്തിൽ കുട്ടി ഇറങ്ങിപ്പോകാൻ കാരണമായത് എന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇന്നലെ വ്യാപക തെരച്ചിലാണ് ഇവർക്ക് വേണ്ടി പോലീസ് നടത്തിയ പരിശോധനയിൽ ഇവരെ കണ്ടെത്തി. എന്തായാലും അതിനു ചുറ്റും നിന്ന് കത്തിയും ചോക്ലേറ്റുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഇന്നും അവിടെ നടത്തും. മറ്റെന്തെങ്കിലും വസ്തുക്കൾ കഴിയുമോ എന്നുള്ളൊരു പ്രതീക്ഷ കൂടി പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്. അങ്ങനെ ഇത്തരത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ദുരൂഹതയുള്ള പഴുതടച്ച നീക്കങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനകൾ, നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കുന്നു. പോലീസ് സർജന്റെ നേതൃത്വത്തിൽ ഇന്ന് 2 മൃതദേഹങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കും. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കും. DNA പരിശോധന സാമ്പിളുകൾ ശേഖരിക്കും. മാത്രവുമല്ല, മരണകാരണം കണ്ടെത്തുകയും അതുപോലെ തന്നെ മൃതദേഹപ്പഴക്കം കണ്ടെത്തുകയും ലക്ഷ്യം. കുമ്പള പോലീസാണ് ഈ കേസിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം ഇതിന്റെ ഈ ദുരൂഹത, അതായത് എന്തുകൊണ്ട് ഈ പെൺകുട്ടി നഷ്ടമായി, അതായത് എന്തുകൊണ്ട് ഈ പെൺകുട്ടി യുവാവിനൊപ്പം പോയി എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ശരി, ജോസഫ് അഗസ്റ്റിനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.